നമസ്കാരം, ഞാൻ രശ്മി സരിൻ. എല്ലാവർക്കും രശ്മി സരിൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ള ഗ്രീൻ പീസ് മുട്ട മസാലൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് 1 കപ്പ്, അതായത് 200 ഗ്രാം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. കുതിർത്തി എടുത്തിരിക്കുന്ന ഗ്രീൻ പീസ് 2.5 കപ്പോളം ഉണ്ടാവും. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസിന് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ ഉപ്പും വെന്ത് വരാനുള്ള 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഗ്രീൻ പീസിൻ്റെ താഴെയായിട്ടാണ് ഒഴിക്കുന്നത്. ഗ്രീൻ പീസ് ഒരുപാട് വേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. 4 വിസിൽ മതിയാവും. ഗ്രീൻ പീസ് ഉടഞ്ഞു പോകാതെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി അഥവാ വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് അടച്ച് 1 വിസിലും കൂടി എടുത്താൽ മതിയാകും. കുക്കറിൻ്റെ പ്രഷർ മുഴുവൻ പോകുമ്പോൾ കുക്കർ തുറന്ന് ഗ്രീൻ പീസ് വെന്തോന്ന് നോക്കണം. വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വേവിക്കുക. അതുപോലെ വെള്ളം വറ്റിയിട്ടില്ലെങ്കിൽ ആ വെള്ളം ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഈ ഒരു ഗ്രീൻ പീസ് മസാല നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, എന്നാൽ ചെറിയൊരു നനവും ഉണ്ടാവും. ഇനി കുഴഞ്ഞ രീതിക്കാണ് വേണ്ടതെങ്കിൽ 3-4 വിസിലും കൂടി ഒന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ഗ്രീൻ പീസ് അങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് വാട്ടിയെടുക്കാം. ഒരു വലിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴറ്റുന്നില്ല, ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ വീതം മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് പൊടികൾ കരിഞ്ഞു പോകാതെ ഫ്ലെയിമിൽ ഓയിലേക്ക് വെച്ചിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനിയാണ് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രീൻ പീസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി വീതം കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഗ്രീൻ പീസിലേക്ക് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇച്ചിരി കുറവുണ്ട്, അതുകൊണ്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. അവസാനമായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും 1/2 കപ്പ് വീതം പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഗ്രീൻ പീസ് മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളീൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങനീരും കൂടെ പിഴിഞ്ഞൊഴിച്ചാൽ മതി. അതുപോലെ ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ചോറിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ തന്നെ വെറുതെ ചായൻ്റെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഗ്രീൻ പീസ് മുട്ട മസാലയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും ചെയ്യണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.